അപ്പൊ നമ്മുടെ തമ്പനയിൽ കൊടുത്തേക്കുന്ന വർക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനാദ്യം തന്നെ വേണ്ടത് പേപ്പർ പെൻസിലാണ്. അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ. ആ പെൻസിൽ കൊണ്ട് നമ്മൾ ഒന്ന് വരയ്ക്കണം. നമ്മൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വരച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി മാത്രമല്ല പെർഫെക്ഷൻ. നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വരയ്ക്കണം. വരയ്ക്കാണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഒരു ഭംഗി കിട്ടത്തില്ല കേട്ടോ. അതിന്റെ ഷേപ്പ് കംപ്ലീറ്റ് മാറിപ്പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യമേ വരയ്ക്കാനായിട്ട് ഇതിപ്പോൾ ഒരു സാധാ പെൻസിലിട്ടാട്ടോ വരയ്ക്കുന്നത്. പേപ്പർ പെൻസിൽ കാണിച്ചെങ്കിലും അതിന് ഇച്ചിരി ഡാർക്ക്നെസ് കൂടുതലായതുകൊണ്ട് നമുക്ക് വെള്ളത്തുണിയൊക്കെ ആയതുകൊണ്ട് ഈ പെൻസിലാണെങ്കിലും മതി. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെസ്റ്റിന്റെ പോർഷനിൽ ഒരു കുഞ്ഞു ചതുരം പോലുള്ള ഒരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കണം. നമുക്ക് എവിടെയാണ് എംബ്രോയിഡറി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളന്നൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരു മെറ്റീരിയലിലോട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ സ്കെയിൽ കൊണ്ട് അടയാളപ്പെടുത്തി വരച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പെൻസിൽ കൊണ്ട് ഇതേപോലത്തെ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന പൂവെന്ന് പറഞ്ഞാൽ സ്പൈഡർ വെബ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 5 ഒറ്റ സംഖ്യ ആയിരിക്കണം കേട്ടോ. 5 വരയാണ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. 5 വര ഇട്ട് കൊടുക്കണം. എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കണം. 6 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിയാവത്തില്ല കേട്ടോ. ഇത് നമുക്ക് ഫുൾ ആ സെന്ററിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്പൈഡർ വെബിന്റെ പൂവ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം പുറമേ സ്പൈഡർ വെബിന്റെ പൂവും അകത്ത് ഫ്രഞ്ച് നോട്ടിന്റെ ഇച്ചിരി 2-3 കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടുക്കോട്ട് സെന്റർ കുത്തി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് ഫ്രഞ്ച് നോട്ടിന്റെ സ്പൈഡർ വെബിന്റെ പൂ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ ചെലന്തി വല നെയ്യുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. അതാണ് ഇതിന് സ്പൈഡർ വെബ് എന്ന് പേര് വന്നേക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെന്ററിൽ നിന്ന് കുത്തി എടുത്തിട്ട് ഒന്നിടവിട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന 5 ലൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്നിടവിട്ട് കയറ്റി ഇറക്കി കൊണ്ടുവരണം. അതെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കയറ്റിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ തൊടില്ല. അതുമേ തൊടാണ്ട് അടുത്തതിൽ കയറ്റണം. അടുത്തതിൽ കയറ്റിയിട്ട് നമ്മൾ ഇനി വരുന്നതിനകത്ത് ടച്ച് ചെയ്യുന്നില്ല. അതിൽ ടച്ച് ചെയ്യാണ്ട് നമ്മൾ അടുത്തതിലോട്ട് കയറ്റണം. വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതിന്റെ പൂ സ്പൈഡർ വെബ് ഭയങ്കര സിമ്പിളായിട്ടൊരു സംഗതിയാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ ഉടുപ്പ് മേലൊക്കെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വിടുക. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതൊക്കെ വിട്ടിട്ട് ചെയ്യാത്തതാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങളൊന്ന് ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഐഡിയ കിട്ടും കേട്ടോ. ഞങ്ങൾ ഈ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് കണ്ടു പഠിച്ചേക്കുന്ന ആൾക്കാരാണ്. വേറെ ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത് ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ആങ്കർ ത്രെഡിന്റെ 3 ഇഴയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ 6 ഇഴയും ഉപയോഗിക്കാൻ നേരത്ത് ഭയങ്കര ഇച്ചിരി ഒരു തടിയായി പോകും. നമ്മളൊരു ഇച്ചിരി ചെറുതായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 3 ഇഴയാണ് ഇതിലെടുത്തേക്കുന്നത്. അങ്ങനെ നമുക്ക് സ്പീഡിൽ അങ്ങ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്പീഡിൽ അങ്ങ് ചെയ്തെടുക്കാൻ നേരത്ത് നമ്മുടെ പൂ റെഡിയാവും കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് ചെയ്യണം. വരച്ചിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് വലിയൊരു ലാഘവമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ചെയ്തെടുക്കാം. വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, അതുകൊണ്ട് സുഖമായിട്ട് പിന്നെ ചെയ്തെടുക്കാം. കണ്ടോ, അതെ നമ്മുടെ പൂ എവിടെയാണോ നിർത്തേണ്ടത് നമ്മൾ നോക്കണം. നമുക്ക് ആ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ആ കൊടുത്തേക്കുന്ന 5 ലൈൻ, ആ ലൈൻ കാണാത്ത രീതിയിൽ നമ്മൾ ഫുൾ കവർ ചെയ്തെടുക്കണം. അല്ലാണ്ട് അതിന്റെ വാലും തുമ്പും ഒന്നും കാണിക്കില്ല കേട്ടോ. നമ്മൾ ഇപ്പൊ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് ഫുൾ കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ നൂല് കറക്കി എടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തണം. എവിടെയാണോ നിർത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുത്തി ഇറക്കി കഴിയുമ്പോൾ ഇപ്പോൾ വാലൊന്നും കാണുന്നില്ല. കുത്തി ഇറക്കി ഇച്ചിരി കൂടി നമുക്ക് ഇതാക്കാം കേട്ടോ. ഒത്തിരിയും കൂടി നൂലവിടെ തീർന്നു പോയതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയതാണ്. പിന്നെ കെട്ടിടാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര സുഖമാണ്. നമ്മൾ ബാക്കിലോട്ട് എടുക്കുക. അത് ഇതേപോലെ ഇങ്ങനെ വേറൊരു നൂലിൽ ഇങ്ങനെ കുത്തി എടുത്തിട്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. ഒറ്റ കെട്ട മതി. 16 കെട്ടൊന്നും ഇടണ്ട കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടാ, സ്പൈഡർ വെബിന്റെ പൂ റെഡി ആയിട്ടുണ്ട്. ഇനി പൂവിന്റെ നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ സാധാ എപ്പോഴും ചെയ്യുന്ന ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് പറയുന്നത്. ഇതാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഓഫ് വൈറ്റ് കളർ ത്രെഡായിട്ട് എടുത്തേക്കുന്നത്. 2 കളർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അതും 3 ഇഴ തന്നെയാണുള്ളത്. നമ്മൾ കുത്തിയെടുക്കുക. നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കുത്തി
കുത്തിയെടുത്ത് ഇതേപോലെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് സൂചിയുടെ അറ്റം കൊണ്ട് 2 റൗണ്ട്, നമുക്ക് 3 റൗണ്ടും കറക്കാം, ഇത് 2 റൗണ്ട് കറക്കുക. എന്നിട്ട് അവിടെ അങ്ങോട്ട് കുത്തി കൊടുക്കുക. ഇത് കുത്തി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മുത്ത് പിടിപ്പിച്ചേക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഞങ്ങൾ പണ്ടൊക്കെ ഇതേപോലെ മുത്ത് പിടിപ്പിച്ച പോലെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. നല്ല രസമാണിത്. അതിൻ്റെ ഒരു നാക്ക് കിട്ടണം. നമുക്ക് ആദ്യമേ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഒരു പിടുത്തം കിട്ടിയാല ആ നാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പം പോലെ നമുക്കത് കുത്തി 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 സൂപ്പറാക്കി എടുക്കാം. അപ്പോൾ നടുക്കൊരു 4 ഫ്രഞ്ച് നോട്ട് കുത്തിയിട്ടപ്പോൾ തന്നെ നടുക്ക് ഫില്ലായിട്ടുണ്ട്. കണ്ട, സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയായിട്ടാ. പിന്നെ അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ തന്നെ സെയിം, അത് ലോങ് നോട്ട് എന്ന് പറയും കേട്ടോ. അതെ, നമ്മളിത് നോക്കിയാൽ മതി. ലീഫ് ഇതുപോലെ തന്നെ നമ്മൾ വരച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് സെൻറ്ററിൽ കൂടി സെൻറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് കുത്തിയെടുക്കണം. കുത്തിയെടുത്തിട്ട് നമുക്ക് എവിടെയാണോ കുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ 2 കറക്കം കറക്കിയിട്ട് കുത്തേണ്ടടത്തോട്ട് കൊണ്ടുചെന്ന് കുത്തി കൊടുക്കണം. നമ്മൾ ഫ്രഞ്ച് നോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്കുന്ന എവിടെയാണോ, നമ്മൾ കുത്തിയെടുക്കുന്ന എവിടെയാണോ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ കുത്തിയിറക്കുന്നത്. അപ്പം അവിടെ വരും. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ സൂചി എടുക്കുന്നത് സ്ഥലത്തല്ല നമ്മൾ കുത്തണത്. നമ്മൾ ലോങ് ആയിട്ട് ഒന്ന് ഇച്ചിരി മുന്നോട്ട് എടുത്തിട്ടാണ് കുത്തി കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ വരുന്നത് കൊണ്ടാണ് ഇതിനെ ലോങ് നോട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നല്ല രസമാണ്. ലീഫൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം, നല്ലതാണ്. ഇങ്ങനെ ഇതുപോലെ കുത്തി കുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ലീഫ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വരച്ചിട്ട് ചെയ്യണം. വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലീഫിൻ്റെ ആകൃതി നമുക്ക് അതുപോലെ അങ്ങ് കുത്തിക്കൊടുത്താൽ മതിയല്ലോ. അല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുളമായി പോകും, ഉറപ്പായിട്ടും കുളമാകും. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. പണ്ട് വരയ്ക്കണ പരിപാടി ഇല്ലായിരുന്നു കേട്ടോ. അറിയില്ലായിരുന്നു ഇങ്ങനത്തെ പെൻസിലൊക്കെ ഉണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ജസ്റ്റ് കാണുന്നുണ്ടെങ്കിലും പെൻസിലിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചിലവരൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല. ചുമ്മാ വരച്ചങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അറിയില്ലായിരുന്നു. ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ മാഞ്ഞു പോകും, പെട്ടെന്ന് മാഞ്ഞു പോകും. ഇതാണെന്നുണ്ടെങ്കിൽ മാഞ്ഞു പോകത്തേ ഇല്ല. നമ്മളതിനെ കവർ ചെയ്തെടുക്കണം. പിന്നെ വെള്ളമൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാഞ്ഞു പോകുമായിരിക്കും. കണ്ട, ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട നല്ല രസമല്ല ഇല കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഇതൊരു വൈറ്റ് ആയതുകൊണ്ടാണ് അത്രയ്ക്ക് എടുത്തറിയാത്തത്. തൊട്ടപ്പുറത്തത് കണ്ടില്ലേ ലൈറ്റ് റോസൊക്കെ വരാൻ നേരത്ത്. നമുക്കിത് ഇതേപോലെ സുഖമായിട്ട് ചെയ്തെടുക്കാം. അടിയിലോട്ട് വരാൻ നേരത്ത് കുഞ്ഞ് ലോങ് നോട്ട്, നമ്മുടെ ഇലയുടെ തുമ്പത്തോട്ട് വരാൻ നേരത്ത് ഇച്ചിരിയും കൂടി വലിയ ലോങ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല ഭംഗിയായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഇലയുണ്ട്, അതും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരെണ്ണം വിട്ടിട്ട് നമ്മൾ പിന്നെയും ചെയ്യുന്നത് ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ. സെയിം സ്പൈഡർ വെബ് തന്നെ, കളർ ചേഞ്ച് മാറ്റി കൊടുത്തേക്കുവാണ്. ഇതിനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന കളറൊക്കെ ഓരോ ലൈറ്റ് കളേഴ്സൊക്കെയാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഡാർക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഡാർക്ക് നിറം എടുത്തത്. എല്ലാം ലൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല. ഇത്ര പണിയെടുത്തത് വെറുതെ ആയി പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിറം എടുത്തു നിൽക്കുന്ന ഒരു നിറം വേണം. നമ്മുടെ ഈ പാറ്റേണിൽ, ഈ ഡിസൈനിൽ എടുത്തു നിൽക്കുന്ന നിറം ഇതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം. സുഖമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അറിയാൻ മേലാത്തവരൊന്നും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാകും. ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. എംബ്രോയ്ഡറിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആട്ടോ ഇത് സ്പൈഡർ വെബ്. മറ്റേ വേറെയൊക്കെ ബ്രസീലിയൻ ഒക്കെ ഒരു ഇച്ചിരി സമയം എടുക്കും. ഇത് നമുക്ക് ചുമ്മാ പുറഞ്ചം ചുമ്മാ അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. അത് നമുക്ക് എവിടെയാണോ കുത്തണ്ടേന്ന് വെച്ചാൽ ഫുള്ള് നമ്മുടെ വാലൊന്നും കാണാത്ത രീതിയിൽ ഫുൾ വാലെല്ലാം കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഗതി റെഡി ആവുന്നതായിരിക്കും. പൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമുക്ക് വരുന്നത് ഫ്രഞ്ച് നോട്ടിന്റെ ഫ്ലവർ ആട്ടോ. അത് പിന്നെ സുഖമാണ്, സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഒന്നിടവിട്ടാണ്. സ്പൈഡർ വെബിന്റെ പൂ ഒന്നാണെങ്കിൽ തൊട്ടടുത്തത് നമുക്ക് ഫ്രഞ്ച് നോട്ടിന്റെ പൂ. അങ്ങനെ 2 പൂക്കൾ തൊട്ടടുത്തിരിക്കുന്ന രീതിയിലാണ് ഈ ഡിസൈൻ കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര സിമ്പിളാണ്. സിമ്പിളെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് മുത്തും കാര്യങ്ങളും പിന്നെ ഈ പൂക്കളും ഇതുപോലത്തെ പൂക്കളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലാവും. പക്ഷെ നമ്മൾ ക്ഷമയോടെ, നമ്മുടെ ഉടുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും. പയ്യെ ഇരുന്ന് ചെയ്യാം. കണ്ടേ ഇതേപോലെ ചെയ്തെടുക്കണം. ഇതിപ്പോ ഈ നൂലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്നൊരു നൂലാട്ടോ. ഇങ്ങനെയൊക്കെയുണ്ട് ആങ്കർ ത്രെഡിൽ ഈ ഡബിൾ ഷെയ്ഡ് വരുന്ന നൂലൊക്കെ ഉണ്ട്. ആങ്കർ ത്രെഡിൽ മാത്രമല്ല വേറെ ലോക്കൽ നൂലുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഡബിൾ ഷെയ്ഡ് വരാൻ നേരത്ത് നമ്മൾ ഒറ്റ നൂല് തന്നെ ഇതേപോലെ കോർത്തെടുക്കാൻ നേരത്ത് ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഡാർക്കും ഒക്കെ കളറുകൾ നമുക്ക് കിട്ടും.
അപ്പൊ നമ്മൾ ആ പൂവും ഫിനിഷ് ചെയ്തെടുക്കുവാണ്. കണ്ടോ, നടുക്കോട്ട് വന്നപ്പോഴത്തേക്കും ലൈറ്റ് പിങ്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടല്ലേ ആ പൂ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്പീഡിലോട്ട് പോകുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മാത്രമേ സ്പീഡിൽ വിടുന്നുള്ളൂ. ബാക്കിയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ 2 ഫ്ലവർ മാത്രമേ ഈ എംബ്രോയിഡറിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഇതുപോലെ ഇടവിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ എന്താണ് സ്പൈഡർ വെബിന്റെ ഒരു പൂ പണിത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 കൊമ്പ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുവാണ്. ലോങ് നോട്ട് ഇട്ട് 2-3 കൊമ്പ് ചെയ്യാൻ നേരത്ത് നാൻസിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഡിസൈൻ. 2-3 കൊമ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ നേരത്ത് അവിടെയും ഒരു എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. ഒറ്റയ്ക്ക് പൂ ഇരിക്കണേലും നല്ലത് എന്തെങ്കിലും ഒരു ഇത് വേണം. വേണ്ട ആ 3-4 കൊമ്പിട്ടപ്പോൾ അത് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ ഈ 3 തരത്തിലുള്ള മുത്തും പിന്നെ ഇത് പൂവിന്റെ സീക്വൻസും ആട്ടോ. പൂവിന്റെ സീക്വൻസും 3 തരത്തിലുള്ള മുത്തും നല്ല രസമാണ്. ഇതൊക്കെ കൂടി ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത്, ആ ഒരു ഭംഗി കിട്ടുന്നത്. പണ്ടൊക്കെ നമ്മൾ ഫുൾ നൂല് മാത്രമായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെയാണ് ഈ മുത്തൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇച്ചിരി കൂടി ഭംഗിയായി തുടങ്ങിയത്. അത് നമ്മൾ 2 തവണ കോർത്ത് പിടിപ്പിച്ചാൽ ഇച്ചിരിയും കൂടി ബലത്തിലിരിക്കും. നാൻസി ഇവിടെ എല്ലാം ഒറ്റ ലെയറായിട്ട് പോവാണ്. കാരണം ഇത് നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ക്ഷമ എന്നൊരു കാര്യമില്ല. വേഗം ഒറ്റ ലെയറിട്ട് പിടിപ്പിച്ച് പോവുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല ടൈറ്റാക്കിയല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ലൂസായി പോകത്തൊന്നുമില്ല. ഞങ്ങളുടെ ഒന്നും അങ്ങനെ ലൂസായിട്ടൊന്നും പോകത്തൊന്നുമില്ല. നമ്മൾ പിന്നെ ഒന്നും കൂടി പിടിപ്പിക്കണമെന്നുള്ളവർക്ക് ഒരു തവണയും കൂടി കയറ്റി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം മുത്തും പിടിപ്പിച്ച് കൊടുക്കാം. മുത്ത് വെക്കേണ്ടടുത്ത് മുത്ത്, സ്വീക്കൻസ് വെക്കേണ്ടടുത്ത് സ്വീക്കൻസ്. അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ തുടങ്ങി കഴിയാൻ നേരത്ത് അടുത്തത് അപ്പുറത്ത് നമ്മൾ എന്ത് കൊടുക്കും, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി പോകും. അതാണ് എപ്പോഴും ഒരു പാറ്റേൺ വരയ്ക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കണം. ഇപ്പോൾ സീക്വൻസ് വെക്കണതിൻ്റെ പടം വരച്ച് വെച്ചേക്കുന്നത്, അത് സീക്വൻസിൻ്റെ പടമാണ് അവിടെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതവിടെയാണ് വേണ്ടത്. നമുക്ക് മുത്തിൻ്റെ പടവും കുഞ്ഞുമുത്തും വലിയ മുത്തും സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആ പടം വരയ്ക്കുമ്പോൾ മാത്രം ആലോചിച്ചാൽ മതി. ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സീക്വൻസ് വെക്കാൻ നേരത്ത് നമുക്ക് അവിടെ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ട നമ്മൾക്കത് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടയിലൂടെ നൂല് പോകുമല്ലോ. അപ്പം നമുക്കൊരു മുത്തും കൂടി വേണം. ഒരു മുത്തും കൂടി വെക്കാൻ നേരത്ത് അതിൻ്റെ നടുക്കൊരു മുത്തിരിക്കുകയും ചെയ്യാം. നമുക്ക് സീക്വൻസ് അവിടെ പിടിപ്പിച്ച് വെക്കുകയും ചെയ്യാം. പിന്നെ ഒരു റൗണ്ടും കൂടി കയറ്റണം കേട്ടോ. ഒരു തവണയും കൂടി നമ്മൾ അടിയിൽ കൂടി കുത്തി എടുക്കണം. ആ ഹോൾ ഇച്ചിരി കുത്തി എടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഇങ്ങനെ പയ്യനെ ഒന്ന് കുത്തി എടുത്താൽ മതി. അത് കുത്തി എടുത്തിട്ട് നമ്മൾ മുത്തിൽ കയറ്റി ഇറക്കി ഒന്നും കൂടി പിടിപ്പിക്കാൻ നേരത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഈ ഫ്ലവർ മാത്രമായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്യണമെന്ന് വിചാരിക്കുവാണ്. നമ്മൾ ഈ നൂലൊന്നും ഉപയോഗിക്കാണ്ട്. നല്ല രസമായി ഫ്ലവർ കാണാനായിട്ട്. ഇത് നമുക്ക് ബ്രോഡ്വേന്ന് 100 ഗ്രാമിന് 160 രൂപയും കണ്ടായിരുന്നു. അങ്ങനെ 100 ഗ്രാം വാങ്ങിച്ചതാട്ടോ. അങ്ങനെ നമ്മുടെ എംബ്രോയ്ഡറി ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ചതുരം നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഈ 4 കളറിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽസ് ഒക്കെ പിന്നെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കഴുത്തിലെങ്ങനെ എന്തൊക്കെയോ ഒരു കുറവുണ്ടല്ലോ, കഴുത്തിലും എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് കരുതി പിന്നെ കഴുത്തിൽ ഇച്ചിരി മുത്ത് പിടിപ്പിക്കുകയാണ്. കഴുത്തിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2-3 ലെയറൊക്കെ വരാൻ നേരത്ത് നമുക്ക് പിന്നെ ഈ നൂല് കയറ്റി ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതേപോലുള്ള ഫ്ലവറൊക്കെ ഇട്ട് ചെയ്യാൻ നേരത്ത് ഫ്ലവറുള്ള പരിപാടി, മുത്തൊക്കെ പിടിപ്പിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. ഫ്ലവറൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ തയ്ക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഭംഗി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര കട്ടി ഉണ്ടാവരുത്. കട്ടിയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ സ്ലീവിൽ ഒരു ഇച്ചിരി നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നെറ്റിനെയും മെറ്റീരിയലിനെയും കൂടി ഒന്ന് വേർതിരിക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ മുത്തും ആ സ്വീക്വൻസിൻ്റെ ഫ്ലവറും കൊണ്ട് മാത്രം ഒന്ന് ഒരു ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എംബ്രോയ്ഡറി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ സ്ലീവിൽ കൊടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി കൂടി ഡാർക്ക് നൂലും കൂടി വിടണമെന്ന് ഞങ്ങൾ വിചാരിച്ച് പിന്നെ ചെയ്ത് മടുത്തു. അതുകൊണ്ട് നിർത്തി അവിടെ കൊണ്ട്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾ ഷോർട്സിൽ ഒരുപാട് പേരൊക്കെ കണ്ടു കാണും. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എംബ്രോയ്ഡറിയുടെ വീഡിയോ വേഗം ഇടുമെന്ന്. അപ്പോൾ നമ്മൾ വേഗം ഇട്ടിട്ടുണ്ട്. ഇതേപോലെ കണ്ട് എല്ലാവരും എംബ്രോയ്ഡറി ചെയ്യുക, എല്ലാവരും തന്നെ ചെയ്യണം. ഇത് ശരിക്കും എൻ്റെ അളവിനാട്ടോ ടോപ്പ് തയ്ച്ചേക്കുന്നത്. മീഡിയം അളവിനാണ്. നാൻസി ഷേപ്പ് ചെയ്ത് നാൻസിയുടെ അളവിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത്രയുള്ള